SLC prep വീഡിയോ ആണ്. ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഡേ ഇൻ മൈ ലൈഫ്, പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനെ സ്റ്റഡി വ്ളോഗ്, പിന്നെ SLC prep. ഞാൻ വിചാരിച്ചു മിക്കുള്ളവരും സ്റ്റഡി വ്ളോഗ് തന്നെ ചൂസ് ആക്കുമെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ച് തെറ്റിപ്പോയി. കാരണം എല്ലാവരും എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ വോട്ടാക്കിയത് SLC prep ആണ്. വോട്ട് ചെയ്തവരും കൂടെ ഈ വീഡിയോ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ വോട്ട് ചെയ്തവർ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടാം കേട്ടോ. കാരണം എനിക്കറിയണം ആരൊക്കെ വോട്ട് ചെയ്തിട്ട് കാണുന്നുണ്ട്, അങ്ങനെയൊക്കെ എനിക്കറിയണം. സോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ. അതെനിക്ക് എന്താ പറയുക, വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ ഇനി എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനുണ്ടോ അങ്ങനെയൊക്കെ കുറച്ച് കമൻറ്റ് ഇടുക കേട്ടോ. കാരണം എനിക്കറിയത്തില്ലല്ലോ ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എൻ്റെ വീഡിയോയ്ക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ, ആ ഒപ്പീനിയന് നിങ്ങൾ കമൻറ്റ് ഇടുക. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോവാണ് എന്തൊക്കെ ചെയ്യണം. SLC prepൻ്റെ വീഡിയോ ഞാൻ കുറച്ച് നേരത്തെ ഇടേണ്ടതാണ്, പക്ഷേ ലേറ്റായി പോയത് എനിക്കറിയത്തില്ലായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓട്ടിടാനും വിട്ടുപോയി. സോ എന്തായാലും പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഞാൻ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ എന്താ പറയുക, SLC ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ടു ഡു ലിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡെയിലി പ്ലാനറോ ഒക്കെ ചെയ്യണം. കാരണം നമുക്കൊരു ദിവസത്തിന് ടൈം മാനേജ് ചെയ്യണം. കാരണം നമ്മൾ തോന്നുന്ന സമയത്ത് പഠിക്കുക, തോന്നുന്ന സമയത്ത് എന്താ ഫോൺ കാണുക, റിവിഷൻ ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കുകയും വേണം. പക്ഷെ ഇടയ്ക്കൊരു കുറച്ചൊരു ബ്രേക്ക് പോലെ അങ്ങനെയൊക്കെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ടൈം ടേബിൾ എടുക്കുക. എന്നിട്ട് ഞാൻ ഈ യൂസ് ആക്കുന്ന ടൈം ടേബിൾ ഞാൻ ChatGPT ചോദിച്ചതാണ്. നിങ്ങൾക്കൊരു കണ്ടന്റ് ക്രിയേഷൻ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത ടൈം ടേബിൾ അടിപൊളിയാണ്. പക്ഷെ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് ട്യൂഷനൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ടൈം ടേബിൾ കിട്ടും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ കിട്ടിയത്. എനിക്ക് കണ്ടന്റ് ക്രിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ടൈം ടേബിൾ എന്താ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എത്ര ടൈം ടേബിൾ ഉണ്ടാക്കിയാലും അത് അങ്ങോട്ട് എഫക്റ്റീവ് അല്ല അത് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തു ChatGPT ചോദിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ എഴുതി വന്നപ്പോഴത്തേക്ക് ഒരു 4 പേപ്പറായിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് എഴുതണത് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ കാണുമ്പോൾ ഒരു എന്താ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന രീതിക്കൊക്കെ എഴുതാൻ എനിക്കിഷ്ടം. അല്ലാതെ നമ്മൾ കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് ഇതാണ് സമയം അങ്ങനെ നോക്കണത് എനിക്കിഷ്ടമല്ല. കുറച്ച് മണ്ടയിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ വലുതാക്കിയിട്ടാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4 പേപ്പറായിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ 9th ഓണം എക്സാമിൻ്റെ ടൈം ടേബിളാണ്. എന്തിനാ ഇത് വെച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പ്രാവശ്യം ഇനി വെക്കണ്ടെന്ന് വെച്ചിട്ടു ഞാനത് എടുത്ത് കളഞ്ഞു. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടിക്ക് ഇടുമ്പോൾ നമ്മൾ എന്തൊക്കെ എന്തൊക്കെ ചെയ്തില്ല, പിന്നെ നമ്മൾ നാളത്തേക്കും ഇനി ഉണ്ടാക്കുകയും വേണം. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു ടു ഡു ലിസ്റ്റൊക്കെ നമ്മളത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു പേപ്പർ എടുത്ത് കീറി നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ഞാൻ കളർ പേപ്പറിലാണ് കേട്ടോ ചെയ്തത്. കാരണം വാങ്ങാനായിട്ടാണെങ്കിൽ നമ്മളൊരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ഇത് വാങ്ങണമെങ്കിൽ കുറച്ച് റേറ്റ് ആവും, അത്യാവശ്യം റേറ്റ് ആവും. അധികമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷെ അതിലും നല്ലതല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ട് എഴുതണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് വാങ്ങുന്നെങ്കിൽ വാങ്ങാം കേട്ടോ. സോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാനാണെങ്കിൽ എന്താ ഇങ്ങനെ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചില്ലേ, അത് ഞാനിങ്ങനെ നിങ്ങളെ കാണിക്കണം അങ്ങനെ വെച്ചിട്ട് ചെയ്തതല്ല. അങ്ങനെ ആലോചിക്കരുത്. ഞാൻ അങ്ങനെ ചെയ്തതല്ല. എനിക്കിങ്ങനെ SS ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ അതിലെന്താ സംഭവിച്ചത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു നോക്കും. അങ്ങനെ ചെയ്തത് കേട്ടോ. അല്ലാതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൈയിട്ട് അനക്കിയതൊന്നും അല്ല. അങ്ങനെ വിചാരിക്കരുത്. ഞാൻ വീഡിയോ സൈഡിലാക്കി റിയലായിട്ട് തന്നെ ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങനെ വിചാരിക്കണവരുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു തന്നതാണ് കേട്ടോ. അല്ലാതെ എല്ലാവരും അങ്ങനെ വിചാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സോ വീഡിയോ ഒക്കെ എടുത്ത് ഇനി അവിടെ വെച്ചപ്പോഴത്തേക്ക് ട്രൈപോഡ് ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റിക്കി നോട്ട്സ്, ഹൈലൈറ്റ് അതുപോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പഠിക്കുന്നതിൽ. അപ്പോൾ നോട്ട്സ് ഉണ്ടാക്കാനൊക്കെ അത് നല്ല എഫക്റ്റീവാണ്. സോ അടുത്ത വീഡിയോ എന്താണെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.